കൂടി ഓറിയന്റേഷൻ സെഷനിലേക്ക് സ്വാഗതം. നമ്മളുടെ ലാസ്റ്റ് ഓറിയന്റേഷൻ സെഷൻ ആണ് 13th ഓറിയന്റേഷൻ സെഷൻ, റാപ്പപ്പ് സെഷൻ ആണ്. നമുക്കറിയാം നമ്മള് ഫസ്റ്റ് ഓറിയന്റേഷൻ സെഷൻ മുതൽ 13 സെഷനുകളായി നമ്മളെല്ലാരും ജോയിൻ ചെയ്യുന്നു, കാര്യങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോ ഇനി എന്താണ് ഇന്നെന്ന് പറയുന്നത് ബാക്കിയുള്ള സെഷൻ പോലെ ഒരുപാട് നീട്ടി വലിച്ചിട്ട് കുറെ അധികം ഒന്നും ഇല്ല. വളരെ ചെറിയൊരു സെഷനാണ്. നമ്മളുടെ ഒരു റാപ്പപ്പ്, നമ്മൾ കഴിഞ്ഞ കുറെ സെഷനിൽ ആയിട്ട് എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്, എന്തൊക്കെയാണ് നമ്മൾ കണ്ടത് കേട്ടത്, കാര്യങ്ങളൊക്കെ എന്താണ്, പിന്നെ നമ്മളുടെ കുറച്ച് ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സെഷനിൽ ഉള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു സെഷനിലേക്ക് വന്ന നിങ്ങൾക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യാണ്. അതുപോലെ തന്നെ സെഷൻ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മെന്റർ പിന്നെ ഷംനീറ മാം ഉണ്ട്. അതുപോലെ തന്നെ റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മളുടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ അനുശ്രീ മാം ഉണ്ട്. BCA ഡിപ്പാർട്ട്മെന്റിലെ അർച്ചന മാം ഉണ്ട്. എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യാണ്. ആൻഡ് നിങ്ങളുടെ സെഷൻ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഷംനീറ മാമിനെ വെൽക്കം ചെയ്യാണ്. ഓവർ ടു യു മാം. സോ നമ്മള് റാപ്പപ്പ് സെഷനിലാണ് ഉള്ളത്. ഓൾറെഡി നമ്മുടെ ഹന മാം ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്ത് സെഷനാണ്. ഇനി സെഷൻ ഇല്ല, നമുക്കിത് ലാസ്റ്റ് സെഷനാണ് അല്ലെ. അപ്പം ലാസ്റ്റ് ഈ മന്ത് ഒരു ഹാഫ് ഓഫ് ദി മന്ത് മുതൽ നമ്മൾ എൻഡ് ഓഫ് ദി മന്ത് വരെ ആക്റ്റീവ് ആയിട്ട് തന്നെ ഒരുപാട് എല്ലാ ലേണേഴ്സും മോസ്റ്റ്ലി ആക്റ്റീവ് ആയിരുന്നു. പല ആൾക്കാർക്കും അവരുടെ തിരക്ക് കാരണം അതേപോലെ കുറെ ഇഷ്യൂസ് ഒക്കെ കാരണം ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അവർക്കൊക്കെ നമ്മൾ റെക്കോർഡഡ് ആയിട്ടുള്ള വേർഷൻസ് ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്, യൂട്യൂബിൽ അപ്ലോഡ് ആയിട്ടുള്ള വേർഷൻസ് ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. സോ നമ്മളിപ്പം വെൽക്കം ടു OP 10.0 സെഷൻ 13 റാപ്പപ്പ് സെഷൻ. നമ്മൾ എഴുതിയിട്ട് നിങ്ങൾക്ക് കാണാം, ഒരു ഹാർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഹാർട്ടിൽ കുറച്ച് ആൾക്കാരുടെ, നിങ്ങളുടെ ആരുടെയെങ്കിലും ഫോട്ടോസ് ആ ഹാർട്ടിനുള്ളിൽ പെട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ബൈ ദ വൈ നമ്മൾ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സെഷൻ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ ഈ സെഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളത് ഒന്ന് റിഫ്ലക്ടിങ് ഓൺ ദ OP 10.0 ജേർണി. ലാസ്റ്റ് ഈ ജേർണിയിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇത്രയും ദിവസം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതേപോലെ വാച്ചിങ് ദ റാപ്പപ്പ് വീഡിയോ. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ നമ്മളൊരു ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ബിൽഡ് ചെയ്തിട്ടുണ്ട്. സോ അത് കാണുന്ന സമയത്ത് നിങ്ങളും ഓക്കെ ഞങ്ങൾ ഇതിന്റെ പാർട്ടായിരുന്നല്ലോ എന്ന് തോന്നുന്ന രീതിയിൽ ഒരു വീഡിയോ ഉണ്ട്, അത് നമ്മൾ കാണിക്കും. അതേപോലെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഫീഡ്ബാക്ക്, അത് ഈവൻ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ക്രിറ്റിസിസം ആണെങ്കിലും വാട്ട് എവർ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നുള്ളത് ആ രീതിയിൽ തന്നെ ഷെയർ ചെയ്യാൻ രീതിയിൽ ഒരു ഷെയറിംഗ് ഫീഡ്ബാക്ക് സെഷൻ പോലെ ഉണ്ട്. അതേപോലെ ആക്റ്റീവായിട്ട് ആക്ഷൻ ടാസ്കിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആൾക്കാരുടെ ഒരു നമ്മൾ ആരാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ ആരെങ്കിലും ഒരാൾ ഇതിൽ വിന്നർ ആയിട്ടുണ്ടാവും. ആ വിന്നറിനെ നമ്മൾ അനൗൺസ് ചെയ്യും. അതേപോലെ ഫൈനൽ ആയിട്ടുള്ള ഒരു അസസ്മെന്റ് ഫോം ഉണ്ട്, അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ലാസ്റ്റ് ഫൈനൽ താങ്ക് യു സോ മച്ച് എന്നുള്ള ഒരു എന്താ പറയാ, അതിലൂടെ അവസാനിപ്പിക്കാനാണ് നമ്മൾ ഈ സെഷൻ ഉദ്ദേശിക്കുന്നുള്ളത്. സോ റിഫ്ലക്ടിങ് ഓൺ OP 10.0 ജേർണി. നമുക്കറിയാം ഫസ്റ്റത്തെ സെഷൻ ഇനാഗ്രേഷൻ ആണ്. ഒരുപാട് പേര്, മോർ ദാൻ 700-800 അടുത്ത ആൾക്കാരിൽ ജോയിൻഡ് ആയിരുന്നു. സോ അത്രയും ആൾക്കാരുടെ പാർട്ടിസിപ്പേഷനോടുകൂടിയാണ് നമ്മൾ ഇനാഗ്രേഷൻ ഉണ്ടായിരുന്നത്. സോ നമ്മുടെ ടോക്സ് ഒക്കെ ലാൻഡ്വൈസിന്റെ മെയിൻ ആയിട്ടുള്ള ആൾക്കാരൊക്കെ നിങ്ങളുടെ നേരിട്ട് സംസാരിച്ചു. അതേപോലെ സെഷൻ 2 സോഷ്യോളജിക്കാർ മാത്രമായിരുന്നു, ഐസ് ബ്രേക്കിംഗ് സെഷൻസ് ആയിരുന്നു. നമ്മൾ കുറച്ച് ഗെയിംസ് ഒക്കെ ആയിട്ട് വളരെ ആക്റ്റീവായിട്ട് തന്നെയാണ് ഹന മാം ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ വളരെ ആക്റ്റീവായിട്ട് കുറച്ച് ഗെയിംസ് ഒക്കെ ആയിട്ട് നമ്മളെല്ലാവരും എന്താ പറയുക മഞ്ഞുരുക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് സംസാരിച്ച് കുറച്ച് അല്ലെ നല്ല രീതിയിൽ തന്നെ നമ്മളത് എൻഡ് ചെയ്തായിരുന്നു. ആൻഡ് സെഷൻ 3 ഇഗ്നോ ഡീപ് ഡ്രൈവ് അല്ലെ. നിങ്ങൾ ഇഗ്നോയിലത്തെ സ്റ്റുഡൻസ് ആണ്, ഇഗ്നോ ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സ് ചെയ്യുന്ന ആൾക്കാരാണ്. സോ യു ഷുഡ് നോ വാട്ട് ഈസ് ഇഗ്നോ, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഇഗ്നോ നിങ്ങളുടെ കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളത്, ഏത് രീതിയിലാണ് അതിന് നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെഷൻ 3 ഡിസ്കസ് ചെയ്തു. അതേപോലെ സിലബസ് ഡീകോഡിംഗ് ഉണ്ടായിരുന്നു സെഷൻ 4. അതിൽ നമ്മൾ സോഷ്യോളജിയിലെ പിള്ളേർ മാത്രമായിരുന്നു. സോ ഇത് തോന്നുന്നു 3rd സെഷൻ ആണ് അല്ലെ. നമ്മളൊരു ബാച്ച് വൈസ് മാത്രമായിട്ടുള്ള, നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് വൈസ് മാത്രമായിട്ടുള്ള 3rd സെഷൻ ആണ്. സോ സിലബസ് ഡീകോഡിംഗിൽ കൃത്യമായിട്ട് നിങ്ങളുടെ സിലബസിൽ എന്തൊക്കെയാണ്, ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ ഏത് രീതിയിലാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ പേപ്പേഴ്സ് ആണ്, ഏതൊക്കെ കോഴ്സ് ആണ് എന്നുള്ള എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. അതേപോലെ സെഷൻ 5 ലേൺ വൈസ് ഇക്കോ സിസ്റ്റം. നിങ്ങൾ ഇഗ്നോ സ്റ്റുഡൻസ് മാത്രമല്ല, നിങ്ങൾ ലാൻഡ് വൈസിലത്തെ ലേണേഴ്സ് ആണ്. സോ ആ ഒരു ഫാമിലി എങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളത്, ഇഗ്നോ കുറച്ചും കൂടി ഈസി ആയിട്ട് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇഗ്നോ കോഴ്സ് നിങ്ങൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഏത് രീതിയിലാണ് ലേൺ വൈസ് നമ്മൾ എക്കോ സിസ്റ്റം രൂപീകരിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായ രീതിയിൽ സെഷൻ 5 ഡിസ്കസ് ചെയ്തു.
അതിനുശേഷം സെഷൻ 6 ആയിരുന്നു. പല രീതിയിലുള്ള ആൾക്കാരുണ്ട്, ഡൈവേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ്. സോ കുറെ ആൾക്കാർ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, കുറെ ആൾക്കാർ വീട്ടമ്മമാരായിട്ടുള്ള ആൾക്കാരുണ്ടാവാം, അതേപോലെ കുറെ ആൾക്കാർ വേറെ കോഴ്സ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ പല രീതിയിൽ വേറെ പഠിക്കുന്ന ആൾക്കാർ, അങ്ങനെ പല രീതിയിലുള്ള ആൾക്കാരുണ്ട്. ഡിഫറെന്റ് സ്ഥലത്തുള്ള ആൾക്കാരുണ്ട്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 14 ജില്ലയിൽ, അതേപോലെ സൗദിയിലത്തെ ആൾക്കാരുണ്ട്, നമുക്ക് കാനഡയിലത്തെ ആൾക്കാരുണ്ട്, അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലുള്ള ആൾക്കാരുണ്ട്. സോ അതായിരുന്നു നമ്മുടെ സെഷൻ 6 എങ്ങനെയാണ് ഇത്ര ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാർ ഒരു ഗോൾസ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് രീതിയിലാണ് നമ്മളത് സെറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയുള്ള ഈസി മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെഷൻ 6 ഡിസ്കസ് ചെയ്തു. സെഷൻ 7 അലുമിനി ഇൻസ്പിറേഷൻ ആയിരുന്നു അല്ലെ. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് പുതിയ ഫാമിലി മെമ്പേഴ്സ് ആണ്. സോ ഇവിടെ ലേൺ വൈസിൽ മുമ്പ് പഠിച്ചു പോയി ഇറങ്ങി നല്ല നിലയിലെത്തി, അല്ലെങ്കിൽ ഡിഗ്രി ഒക്കെ അറ്റൈൻ ചെയ്ത് ഹാപ്പി ആയിട്ട് നിൽക്കുന്ന കുറച്ച് അലുമിനീസിനെ നിങ്ങൾ കണ്ടു. അവരുടെ ഇൻസ്പിറേഷൻ ടോക്സ് ഒക്കെ നിങ്ങൾ കേട്ടു, അവരുടെ മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ നിങ്ങൾ കേട്ടു. അതേപോലെ സെഷൻ 8 ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി. നമുക്കറിയാം അല്ലെ, ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആണ്. സോ നമ്മൾ ആ ലാംഗ്വേജിനെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇപ്പൊ കുറെ സ്റ്റുഡൻസ് ഒക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്, അയ്യോ മാം എനിക്ക് ഇംഗ്ലീഷ് പേടിയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് പറ്റാത്ത കാര്യങ്ങളൊന്നും അല്ല എന്നുള്ള രീതിയിലുള്ള ക്ലാസ് തന്നെയായിരുന്നു. നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ അറ്റൈൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. സോ സെഷൻ 8 അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് സെഷൻ 9 കരിയർ പാത്വേ, വാട്ട് ഇസ് നെക്സ്റ്റ് അല്ലെ. നമ്മൾ ഡിഗ്രി ചെയ്യുന്നുണ്ട്, PG ചെയ്യുന്നുണ്ട്, സോ വാട്ട് ഇസ് നെക്സ്റ്റ് എന്നുള്ള കോൺസെപ്റ്റിലായിരുന്നു കരിയർ പാത്വേ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ സെഷൻ 10 മീറ്റ് ദ ലേൺ വൈസ് ടീം അല്ലെ. ഇപ്പൊ നിങ്ങൾ മെന്റർ ആയിട്ടുള്ള എന്നെയും അതേപോലെ ഈ സെഷനിൽ കുറച്ച് ആൾക്കാരൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഹന മാം ക്യാമറ ഓൺ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ഇതിന്റെ പിന്നിലുള്ള അർച്ചന മാം ആണെങ്കിൽ വനശ്രീ മാം ആണെങ്കിൽ ക്യാമറ ഓൺ ചെയ്തിട്ടില്ല. സോ നിങ്ങൾക്ക് അറിയില്ല അവർ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് അറിയില്ല. സോ അങ്ങനെ നമ്മളൊരു വലിയ ടീമുണ്ട്. ഈ ടീം ബിൽഡ് ചെയ്തിട്ടുള്ള എങ്ങനെയാണ്, ഇവരെങ്ങനെയാണ് നിങ്ങളുടെ മുന്നിലോട്ടേക്ക് ഇത്രയും ഔട്ട്കംസ് എത്തിച്ചു തരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ലേൺ വൈസ് ടീം എന്നുള്ളൊരു കോൺസെപ്റ്റിൽ ആ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തു. ആൻഡ് ഇതൊന്നും പോരാ, നമ്മൾ കുറച്ച് ഹാപ്പി ആവാൻ, നമ്മൾ കുറച്ച് റിലാക്സ് ആവാൻ വേണ്ടി, നമ്മൾ കുറച്ച് മെന്റൽ ഹെൽത്ത് നമുക്ക് എന്താണ് ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് സെഷൻ 11 ഉണ്ടായിരുന്നു, മെന്റൽ ഹെൽത്ത് ആൻഡ് മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞിട്ട് അല്ലെ. അതിലൊക്കെ ആക്റ്റീവായിട്ട് തന്നെ ആൾക്കാർ നല്ല ഫീഡ്ബാക്സ് ഒക്കെ നമുക്ക് കിട്ടിയ ഒരു സെഷൻ ആയിരുന്നു സെഷൻ 11 എന്ന് പറയുന്നത്. ആൻഡ് സെഷൻ 12 വളരെ ഹാപ്പി ആയിട്ട്, വളരെ എന്താ പറയാ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. നിങ്ങൾ ഇപ്പൊ കറന്റ് ജോയിൻ ചെയ്തിട്ടുള്ള ലേണേഴ്സിന്റെ ഫാമിലി മീറ്റ് നല്ല രസമായിരുന്നു അല്ലെ. ഫാമിലി നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഫാമിലി മീറ്റപ്പ് ഒക്കെ, ടുഗദർനെസ് ഒക്കെ എങ്ങനെയാണ് ഹാപ്പൻ ചെയ്യുക എന്നുള്ളത് അതിന്റെ ഒരു നല്ലൊരു ഉദാഹരണമായിരുന്നു സെഷൻ 12 എന്ന് പറയുന്നത്. ആൻഡ് നൗ വി ആർ ഹിയർ സെഷൻ 13 ദ ഫൈനൽ സെലിബ്രേഷൻ. സോ ഇതോടുകൂടി നമ്മളൊക്കെ ടാറ്റ ബൈ ബൈ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫോർമൽ ഇൻഫോർമൽ എന്നുള്ള രീതിയിൽ തന്നെ അല്ലെ, ഫോർമലായിട്ട് എടുക്കേണ്ട ഇത് നമുക്കറിയാം. ലേൺ വൈസിന്റെ എല്ലാ പ്രോഗ്രാംസ് എന്ന് പറയുന്നത് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ രീതിയിലുള്ള പ്രോഗ്രാംസ് ആണ്. സോ ആ രീതിയിൽ തന്നെ കാണാം. സോ ടൈം ടു ഫീൽ ഇറ്റ് ഓൾ അഗെയിൻ അല്ലെ. ഇത് നമ്മളൊന്ന് ഒരു ബാക്കിൽ പോയിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യും. എന്താണ് നമ്മൾ ഇത്രയും ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നത്, എന്താണ് നമ്മൾ ഇത്രയും ദിവസം ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹന മാം ആ വീഡിയോ ഒന്ന് അവർക്ക് കാണിച്ചു കൊടുക്കാമോ?
എല്ലാരും കണ്ടല്ലോ അല്ലേ വീഡിയോ? ഓക്കെ, അതായത് നമ്മൾ ഈ ഒരു ജേർണിയുടെ ടോട്ടലി പാർട്ടായിട്ടുള്ള ആർക്കെങ്കിലൊക്കെ ചിലർക്കെങ്കിലും അതൊരു കൈൻഡ് ഓഫ് ഹാർട്ട് ടച്ചിങ് അല്ലെങ്കിൽ ഒരു ഫീൽ ചെയ്തിട്ടുണ്ടാവും അല്ലെ. നമ്മൾ ഇതിന്റെ പാർട്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ ഒരു സ്നിപ്പ് പോലെ നമ്മളുടെ ഫോട്ടോസും അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ വാക്കുകളൊക്കെ ഇങ്ങനെ ജസ്റ്റ് മാഞ്ഞു പോയിട്ടുണ്ടാവും. സോ നമുക്കതൊരു കൈൻഡ് ഓഫ് ഫീലിംഗ് ആണ്. ഓക്കെ, ഫൈൻ, നമ്മൾ ഇതിന്റെ ഒരു പാർട്ടായിരുന്നു അല്ലെ എന്നുള്ള രീതിയിൽ ഇതൊരു കൈൻഡ് ഓഫ് നമുക്ക് അവിടെ എടുത്തു വെക്കാം, ഒരു മൈൽ സ്റ്റോൺ പോലെ തന്നെ എടുത്തു വെക്കാം. സോ യു ജോയിൻ വിത്ത് ക്വൈറ്റ് അൺസർട്ടനിറ്റി, നൗ യു ലീവ് വിത്ത് ക്വൈറ്റ് കോൺഫിഡൻസ് അല്ലെ. കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കോൺഫിഡൻസ് ഇല്ല, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ വരുന്ന സമയത്ത്, ലേൺ വൈസിൽ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇതിനോട് കോഴ്സ് എടുക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നൊക്കെ. പക്ഷേ ഈ ഓറിയന്റേഷൻസ് ഒക്കെ കഴിയുമ്പോൾ ഇടയിലൊക്കെ ചില ലേണേഴ്സ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എനിക്കിപ്പോൾ കുറച്ച് കോൺഫിഡൻസ് ഉണ്ട്, എനിക്കും പറ്റും. എത്ര ആൾക്കാർ നമ്മൾ ഫാമിലി മീറ്റിന്റെ സമയത്താണെങ്കിലും അല്ലെങ്കിൽ അലോമിനിന്റെ ഇൻസ്പിറേഷൻസിന്റെ സമയത്താണെങ്കിലൊക്കെ ത്രൂ ഔട്ട് നമ്മൾ ആ ഒരു പാത്തിൽ തന്നെയായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. സോ ഇനി നമ്മൾ നിങ്ങൾക്ക് വിട്ടു തരികയാണെങ്കിൽ വേർഡ്സ് മാറ്റർ, നിങ്ങളാണ് ഇനി പറയേണ്ടത് എങ്ങനെയായിരുന്നു എന്നുള്ളത്. അപ്പം നമ്മൾ ആ ഒരു സെഷനിലോട്ടേക്ക്, ആ ഒരു സെഗ്മെന്റിലോട്ടേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു സെഷൻസ് കഴിഞ്ഞ് 13 സെഷൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഫീഡ്ബാക്ക് ഫോം ഉണ്ടാവും. നിങ്ങൾ ആക്ഷൻ ടാസ്ക് ഒക്കെ ഫിൽ ചെയ്തില്ലേ, ഇത് നിങ്ങളൊരു ഫീഡ്ബാക്ക് ഫോമും അതേപോലെ ഒരു അസസ്മെന്റ് ഫോമും ഉണ്ട്, നമ്മൾ ലാസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യും. ഈ ഒരു ഫീഡ്ബാക്ക് ഫോം എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതാണ് നമ്മുടെ ഫീഡ്ബാക്ക് ഫോം. അപ്പൊ നിങ്ങൾ കുറെ ആക്ഷൻ ടാസ്ക് ഒക്കെ ചെയ്തല്ലോ. ചില നമുക്ക് ഈ ഫീഡ്ബാക്ക് പറയാന് പിന്നെ എല്ലാരും ഫീഡ്ബാക്ക് പറയണം, എന്നാലും നമ്മൾ ഫീഡ്ബാക്ക് വേറൊരു ഗൂഗിൾ ഫോം ആയിട്ടും തരുന്നുണ്ട്. അപ്പൊ ഇത് നിങ്ങൾ എന്തായാലും ഫില്ല് ചെയ്യുക. ഇത് ഒരു 5-10 മിനിറ്റ് മാത്രമേ ഇതിന്റെ ഒരു കാര്യമുള്ളൂ. പക്ഷെ ഈ ഫീഡ്ബാക്ക് നമുക്ക് അത്രത്തോളം വാല്യൂ ഉള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഫീഡ്ബാക്ക് എങ്ങനെ ജസ്റ്റ് ഒന്ന് ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. എപ്പോഴും ഉള്ളതുപോലെ തന്നെ നമ്മുടെ ഫുൾ നെയിം എൻ്റർ ചെയ്യുക, ആൻഡ് ഏത് പ്രോഗ്രാം ആണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കൊടുക്കുക. ദെൻ അസൈൻഡ് മെന്റർ ആരാണോ അല്ലെങ്കിൽ LSC ആരാണോ പേര് കൊടുക്കുക, മെന്ററിന്റെ പേര് കൊടുക്കുക, നിങ്ങളുടെ ഷംനീറ മാമിന്റെ പേര് കൊടുക്കുക. ദെൻ ഓറിയന്റേഷൻ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അനുഭവം, നിങ്ങളുടെ അനുഭവം, നിങ്ങൾക്ക് എങ്ങനെയാണിത് പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രചോദനമായോ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതൊരു ഇൻസ്പിറേഷൻ ആയോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് എന്ത് പിന്നെ കാര്യമാണെങ്കിലും നിങ്ങൾ അവിടെ ആൻസർ കൊടുക്കുക. പിന്നെ സെഷൻ വൈസ് ഫീഡ്ബാക്ക്, ഓരോ സെഷനിലും നിങ്ങൾ എല്ലാവരും എല്ലാ സെഷനിലും പങ്കെടുത്തിട്ടുണ്ട് തന്നെയാണ് എന്റെ വിശ്വാസം. അപ്പോൾ ഓരോ സെഷനും എങ്ങനെയായിരുന്നു, ഹെൽപ്ഫുൾ ആയിരുന്നോ, എക്സ്ട്രീംലി ഹെൽപ്ഫുൾ ആയിരുന്നോ, മോഡറേറ്റ് ആയിരുന്നോ, അല്ല ഹെൽപ്ഫുൾ അല്ലേ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ടിക്ക് ഇട്ട് കൊടുക്കുക. ഏതാണ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് തോന്നിയത് എന്നുള്ളത് ഓരോ സെഷന്റെ അടുത്തും നിങ്ങൾ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ നിങ്ങൾ എല്ലാ ആക്ഷൻ ടാസ്കും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടെന്ന് കൊടുക്കുക. അല്ല കുറച്ചാണ് ചെയ്തെങ്കിൽ അത്, അല്ല എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. ദെൻ ആക്ഷൻ ടാസ്ക് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നോ? ചില ആക്ഷൻ ടാസ്കിലെ ചില ക്വസ്റ്റ്യൻസ് തന്നെ നമുക്കൊരു റിഫ്ലക്റ്റിംഗ് ആയി കഴിഞ്ഞാൽ നമുക്കൊരു ഇൻസൈറ്റ് വരാനുണ്ടല്ലേ. അങ്ങനെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നോ, അല്ല ഹെൽപ്ഫുൾ അല്ലായിരുന്നോ, ഞാൻ അതൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ, ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും തോന്നുന്നത് നിങ്ങളുടേതായിട്ട് സ്യൂട്ട് ചെയ്യുന്നത് അത് നിങ്ങൾ കൊടുക്കുക. ദെൻ ഏത് ആക്ഷൻ ടാസ്ക് ആണ് നിങ്ങൾക്ക് കുറച്ചുകൂടി ഇമ്പാക്ട്ഫുൾ ആയിട്ട്, നിങ്ങൾക്ക് പേഴ്സണലി ഇമ്പാക്ട്ഫുൾ ആയിട്ട് തോന്നിയത്, ഓക്കെ ഇത് അടിപൊളിയാണല്ലോ, ഇത് ചെയ്ത സമയത്ത് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് കൂടിയല്ലോ എന്ന് വിചാരിക്കുന്നത് ഏതാണ് എന്നുള്ളതൊന്ന് കൊടുക്കുക. ദെൻ സപ്പോർട്ടഡ് ആയിട്ട് നമ്മളുടെ മെന്റർ നിങ്ങൾക്ക് സപ്പോർട്ടഡ് ആയിട്ട് തോന്നിയ, നിങ്ങൾക്ക് നല്ല രീതിയിൽ ഗൈഡ് ചെയ്തോ എന്നുള്ളത് നിങ്ങൾ കൊടുക്കുക. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് അത് കൊടുക്കുക. ദെൻ ഈ OP, നമ്മളുടെ 10 OP ഓറിയന്റേഷൻ സെഷൻ പ്രോഗ്രാംസ് നിങ്ങൾക്ക് ഈ ഒരു ഇഗ്നോ ജേർണിയിൽ കോൺഫിഡൻസ് തന്നോ, എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് കൊടുക്കുക. ദെൻ നിങ്ങൾക്ക് ഈ OPയിലെ എക്സ്പീരിയൻസ് എനി ഓഫ് ദ ഫോളോയിങ്, ഇതിൽ കാണുന്ന കാര്യങ്ങൾ ക്ലാരിറ്റി കിട്ടിയോ, ലേണിംഗ് പാത്ത് നമുക്കൊരു ധാരണ കിട്ടിയോ, കമ്മ്യൂണിറ്റിനെ പറ്റിയിട്ട് മനസ്സിലായോ, നമ്മളുടെ കമ്മ്യൂണിറ്റി ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ നമ്മളുടെ ലേണിംഗ് ഹാബിറ്റ്സ്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്ത്, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ, എക്സ്പീരിയൻസ് ചെയ്തോ, ഏതൊക്കെയാണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്തത്, അല്ല എല്ലാം കിട്ടിയിട്ടുണ്ടോ, അല്ല വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ ആയോ എന്നുള്ളതൊക്കെ നമുക്ക് കൊടുക്കാം. വേറെ ഇതിലൊന്നും ഇല്ലാത്തതാണ് നമുക്ക് വേണ്ടതെങ്കിൽ അതർ എന്നുള്ളടത്ത് കൊടുത്താൽ മതി. ഓക്കെ. പിന്നെ ഇസ് ദർ എനി പാർട്ട് യു ഫെൽറ്റ് കുഡ് ഹാവ് ബീൻ ഇംപ്രൂവ്ഡ്, അല്ലെങ്കിൽ കുറച്ചുകൂടി ഇംപ്രൂവ് ആയിട്ട് ഏതെങ്കിലും സെഷൻ ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ ആയിട്ട് കൊടുക്കുക. അത് വളരെ വാല്യുവബിൾ ആണ് നമുക്ക് മുൻപോട്ടുള്ള സെഷൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഓക്കെ. ദെൻ ഇഫ് യു കുഡ് സജസ്റ്റ് വൺ ന്യൂ എലമെന്റ് ഓർ ഐഡിയ ഫോർ ദ നെക്സ്റ്റ് ഓറിയന്റേഷൻ സെഷൻ, എന്തായിരിക്കും അത്?
എന്തെങ്കിലും ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും മാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ഇനിയുള്ള ഓറിയന്റേഷൻ സെഷൻസിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നമ്മളെ ഭാഗത്തുനിന്ന് ശരിയാക്കാനുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആൻസർ ആയിട്ട് കൊടുക്കാം. എന്നിട്ട് സബ്മിറ്റ് ചെയ്യാം. എന്തായാലും എല്ലാവരും സമയം ഒരു 5-10 മിനിറ്റ് മതിയാവും. ഇതൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് പോവേ വേണ്ടുള്ളൂ. അതുകൊണ്ട് എന്തായാലും ചെയ്യാം. ഇത് ഇറ്റ്സ് യുവർ ടേൺ, സ്ട്രൈറ്റ് ഫ്രം ദ ഹാർട്ട്. നിങ്ങൾക്ക് എന്താണ്, ഈവൻ ക്രിറ്റിസിസം ആണെങ്കിലും കുഴപ്പമില്ല, നെഗറ്റീവ് ആണെങ്കിലും കുഴപ്പമില്ല, പോസിറ്റീവ് ആണെങ്കിലും കുഴപ്പമില്ല, ഈ ത്രൂ ഔട്ട് 13 സെഷൻസ് കഴിയുന്ന സമയത്ത് വാട്ട് യു ഫീൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടി എന്നുള്ളത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. ഇഫ് പോസിബിൾ നിങ്ങളുടെ ക്യാമറ ഓൺ ചെയ്യാം, എന്നിട്ട് നിങ്ങൾ സംസാരിക്കാം. കുറച്ച് പ്രായമുള്ള ഒരു സ്റ്റുഡന്റ് ആണ്, അതായത് 57 ഇയേഴ്സ് ഉണ്ട്. പിന്നെ ജോബ് വൈസ് ആണെങ്കിൽ റിട്ടയർമെന്റ് സമയത്ത് റിട്ടയർമെന്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോ പുതിയൊരു ഇതെടുക്കാമെന്ന് ഉദ്ദേശിച്ചിട്ടാണ്, ഡിഗ്രി എടുക്കാം എന്ന് ഉദ്ദേശിച്ചിട്ടായിരുന്നു. പിന്നെ ഞാനൊരു പിന്നെ ഡിപ്ലോമ ഹോൾഡറാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ജോബിലാണ് നിൽക്കുന്നത്. പിന്നെ ഈ ഇഗ്നോന്റെ പ്രോഗ്രാം പറയുകയാണെങ്കിൽ വളരെ മോട്ടിവേറ്റീവ് ആണ്, വളരെ നല്ല എനർജറ്റിക് ആണ്, നല്ല ടീം വർക്കാണ്. പിന്നെ മൊത്തത്തില് എനിക്ക് നല്ലൊരു ഇമ്പാക്ട് കിട്ടിയിട്ടുണ്ട്. പഠിക്കാനുള്ള കുറെ കാലം കഴിഞ്ഞിട്ട് നമ്മൾ ഇത് തുടങ്ങിയതാണല്ലോ. അപ്പൊ അതുകൊണ്ട് പിന്നെ എനിക്ക് നല്ലൊരു മോട്ടിവേഷൻ ആണ് ഇതിലുള്ളത്. താങ്ക് യു ഫോർ യുവർ ഓൾ സപ്പോർട്ട്. Thank you so much, Abdul Razak sir, for your valuable feedback. നല്ല ക്ലാസ് ആണ്, സൂപ്പർ ആയിരുന്നു. ചില ക്ലാസ്സുകളിലൊന്നും കേറാൻ പറ്റില്ല, കുറച്ച് വർക്ക് പ്രഷർ കൊണ്ട്. പിന്നെ യൂട്യൂബിലെ ക്ലാസ് കിട്ടി ശരിയാക്കും. Thank you, Amarjit. ഞാൻ ക്ലാസ് അങ്ങനെ അധികം കാണാൻ പറ്റിയിട്ടില്ല, ചിലത് മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെ നമ്മളെ ആപ്പിൽ വരുന്ന ക്ലാസ്സുകളെല്ലാം കാണാറുണ്ട്. അപ്പോ ക്ലാസ് എല്ലാം നൈസ് ആയിരുന്നു, കുഴപ്പമില്ല, എല്ലാം മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇത്രയൊക്കെ തന്നെ. ക്ലാസ്സാണ്, ഞാൻ ഇപ്പം കേൾക്കാനുണ്ട്. ചില സമയത്ത് എനിക്ക് സമയം കിട്ടാറില്ല. എന്നാലും ഞാൻ അന്ന് ദിവസം തന്നെ എന്തെങ്കിലും ഒന്ന് ക്വിക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും നോക്കും. പിന്നെ അത് തന്നെയാണ്, നല്ല ഇതാണ്, നല്ല വൈബാണ് ക്ലാസ് കേൾക്കാനും. ഞാൻ നിൽക്കുക നോക്കാനൊക്കെ ആയിട്ട്. Thank you so much. ഞാൻ സൽമ. ഞാൻ കറന്റ്ലി ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. pre-KG ആ ക്ലാസ്സുകളിലാണ്. സോ കുറച്ചും കൂടി മേപ്പോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡിഗ്രി എടുക്കാൻ ഉദ്ദേശിച്ചത്. അപ്പം അതുകൊണ്ട് ഇപ്പം സെക്ഷൻസ് 9 ഒഴിച്ച് ഞാൻ ഒരുവിധം എല്ലാം കേറിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര മോട്ടിവേറ്റിംഗ് ആയിരുന്നു എല്ലാ സെക്ഷനും. ശരിക്കും പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റുമെന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കില്ല. ബട്ട് സെക്ഷൻ കേറിയപ്പം ആക്ച്വലി എനിക്ക് കുറച്ചും കൂടി മോട്ടിവേറ്റഡ് ആയി, എന്നെ കൊണ്ട് പറ്റും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ വീഡിയോസ്, ക്ലാസ്സസിന്റെ വീഡിയോ, നമ്മുടെ ആപ്പിലുള്ള വീഡിയോസ് എല്ലാം ഒന്നും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ ഒരെണ്ണമൊക്കെ എനിക്ക് പറ്റുള്ളൂ, കാരണം കുറച്ച് വർക്ക് ലോഡുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട്. ബട്ട് ഞാൻ ട്രൈ ചെയ്യാം. നമ്മുടെ ക്ലാസ്സുകൾ ഇനി നടക്കുമ്പോൾ ഇറ്റ് വിൽ ബി മോർ സപ്പോർട്ടീവ്. താങ്ക് യു. ഞാൻ രമേഷ്. വളരെയധികം നാളുകൾക്ക് ശേഷമാണ് വീണ്ടും ഒരു പഠിത്തവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചത്. ആദ്യമെല്ലാം ഒരു ബുദ്ധിമുട്ട് പോലെ, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ നാളായി ഇതിന് പഠിത്തം ഇട്ടിട്ട്. ഞാനും നേരത്തെ ഇത് പറഞ്ഞ പോലെ ഞാനും ഡിപ്ലോമ കഴിഞ്ഞ് വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു ഡിഗ്രി എന്നുള്ളൊരു ഇതുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. എനിവേ, ആദ്യമൊക്കെ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു, ഇത് പറ്റുമോ, ഫോളോ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതല്ല. പക്ഷെ ലേൺ വൈസിന്റെ ഓരോ ഓറിയന്റേഷൻ സെഷൻ കഴിയുമ്പോഴും ഒരു കോൺഫിഡൻസ് ബിൽഡപ്പ് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൂടാതെ വളരെയധികം മോട്ടിവേറ്റിംഗ് ആയിട്ട് തോന്നി. ഓരോ സെഷനിലും വന്ന് ഓരോരുത്തരും അവരവരുടെ കഥയും അല്ലെങ്കിൽ അവരുടെ ഇതും മോട്ടിവേഷനും, കൂടാതെ ഇപ്പൊ ഫാമിലി മീറ്റിലാണെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടും എല്ലാം വളരെയധികം ഇൻസ്പയറിംഗ് ആണ്. അപ്പോ തീർച്ചയായിട്ടും ഇപ്പോ ഒരു ഹോപ്പ് ഉണ്ട്, നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും.
എന്നുള്ളത് തീർച്ചയായിട്ടും. പിന്നെ ആ ഒരു കാര്യം ഷുവറാണ്, ലേൺ വൈസ് തന്നിട്ടുള്ള ടൈം ടേബിൾ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ആ ഗൈഡൻസ് അനുസരിച്ച് നമ്മൾ മൂവ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വി വിൽ കം ഔട്ട് വിത്ത് ഫ്ലൈയിങ് കളേഴ്സ്. അത് ഇപ്പൊ നമ്മളെപ്പോലെ വർക്ക് ചെയ്യുന്നവർക്ക് എത്രത്തോളം അത് കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ മാത്രമാണ് ചലഞ്ച്. ബട്ട് മാക്സിമം എൻ്റെ ഒരു റിക്വസ്റ്റ്, എല്ലാവരും അത് ട്രൈ ചെയ്യണം. ഞാനും തീർച്ചയായിട്ടും ട്രൈ ചെയ്യും. ക്ലാസ്സുകളെല്ലാം വളരെ ഭംഗിയായിരുന്നു. ഇതേപോലുള്ള സപ്പോർട്ട് ലേൺ വൈസിന്റെ ടീമിന്റെ അടുത്ത് നിന്ന് നമ്മൾ അവസാനം വരെ, കോഴ്സ് തീരുന്നത് വരെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഐ ഹോപ്പ് all will support us and pray for us. Thank you so much. Thank you so much, Ramesh sir, for your valuable feedback. എന്തായാലും ഉറപ്പായാലും നമ്മളെ ഭാഗത്തുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നിങ്ങളെ ഭാഗത്തുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മാത്രം മതിയാവും. ആൻഡ് നമുക്ക് ഇതുപോലെയുള്ള ആൾക്കാർ വളരെ ഇൻസ്പിറേഷൻ ആണ്. വർക്കിംഗ് ആയിട്ടുള്ള കുടുംബം നോക്കുന്ന ആ ഒരു എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന ആൾക്കാർ അതിന്റെ ഇടയിൽ പഠിക്കുകയാണ്. അപ്പൊ അത് ബാക്കിയുള്ളവർക്കും ഭയങ്കര ഇൻസ്പിറേഷൻ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കിപ്പം കൈയടിക്കാൻ പറ്റാത്തതുണ്ട്, നമ്മൾ താഴെ റിയാക്ട് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അവിടെ കൈയടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് വെർച്വലി. അപ്പൊ അത് ചെയ്യുക എല്ലാവരും, അല്ലെ? നമ്മൾ ബാക്കിയുള്ളവരെ എന്തായാലും അപ്രിഷിയേറ്റ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക. ബാക്കിയുള്ളവർക്കും അതൊരു ഭയങ്കര ഇൻസ്പിറേഷൻ ആണ്, അല്ലെ? ഇപ്പൊ റസാഖ് സാർ ആയാലും രമേശ് സാർ ആയാലും ഇങ്ങനെയുള്ള സീനിയേഴ്സ് ഒക്കെ പഠിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അവര് ബാക്കിയുള്ള എല്ലാ ജോലികൾക്ക് തിരക്കിന്റെ ഇടയിലും പഠിക്കുകയാണ്. അപ്പൊ നമുക്ക് നല്ലൊരു ഇൻസ്പിറേഷൻ ആണ്. ഞാൻ സെക്ഷനിലെല്ലാം കാണാറുണ്ട്. ആദ്യത്തെ ഒരു സെക്ഷൻ മാത്രമേ കേറാനേ ഉള്ളൂ, ബാക്കിയെല്ലാം കേറിയിട്ടുണ്ട്. പിന്നെ അതില് കൂടുതലായിട്ട് കോൺഫിഡൻസ് വന്നത് സെക്ഷൻ 7-ലെ അലുമിനി ഇൻസ്പിറേഷൻ, അതിനകത്തായിരുന്നു കൂടുതലായിട്ടും കോൺഫിഡന്റ് വന്നത്. പിന്നെ ക്ലാസ്സസ് ഒക്കെ കാണാറുണ്ട്. ഇപ്പൊ കുറച്ച് നാളുണ്ട് കാണാനൊരു സമയം കിട്ടാറില്ല, കുറച്ച് തിരക്കൊക്കെ ആയിരുന്നുണ്ട്. ഞങ്ങൾക്ക് പറ്റുന്ന സമയങ്ങളിലൊക്കെ കാണാറുണ്ട്. താങ്ക് യു ആൽജ. വിനായക്, പറയുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ഇഗ്നോയിൽ ജോയിൻ ചെയ്തപ്പം ഞാൻ വിചാരിച്ചില്ല എന്നെ കൊണ്ട് ഇത്രയും പഠിക്കാൻ പറ്റും. ഞാനിപ്പോ ഓൾറെഡി 2-3 ബ്ലോക്ക് പഠിച്ചു കഴിഞ്ഞ് ഓൾറെഡി. കാരണം എനിക്ക് ഉള്ളിലൊരു പേടിയുണ്ട്, ഇങ്ങനെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണമെന്നൊരു പേടി എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ഞാൻ നേരത്തെ ഡിഗ്രി പഠിച്ചത്, ഞാൻ ഡിഗ്രി ഡ്രോപ്പ് ആക്കിയിട്ട് ഞാൻ ഡിപ്ലോമ പഠിക്കാൻ ഞാൻ പോയി. ഡിപ്ലോമ പഠിച്ച് ഞാൻ പോലും അറിയാതെ ആ ക്ലാസ്സിൽ ടോപ്പ് ഫസ്റ്റ് റാങ്കോടെ ഞാൻ പാസ്സായി, ഫസ്റ്റ് റാങ്കോടെ ആ ക്ലാസ്സിൽ. അപ്പം എനിക്ക് വീട്ടിൽ നല്ല പ്രഷർ ഉണ്ടായിരുന്നു, ഈ ജോലി മേടിച്ചില്ലെങ്കിൽ സീനാവുമെന്ന് വീട്ടിൽ നല്ല പ്രഷറുണ്ട്. സോ ഞാൻ രാവും പകലും കുത്തിയിരുന്ന് പഠിച്ച് ക്ലാസ് ഫസ്റ്റ് ആയി. എങ്ങനെ അറിയത്തില്ല. സോ ഇറ്റ് വാസ് ദാറ്റ് മിറാക്കിൾ. സോ ഞാനിപ്പം ഡിഗ്രി അതേപോലെ ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുന്നുണ്ട്. സോ ലേൺ വൈസിന്റെ എല്ലാ സപ്പോർട്ടും ഹെൽപ്പും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. പ്രത്യേകിച്ച് എന്റെ മെന്ററിനോടും. താങ്ക് യു സോ മച്ച് വിനായക്. എല്ലാ സെക്ഷനും കണ്ടു ഓൾമോസ്റ്റ്. അതില് 8 ആയിരുന്നു ഇത്തിരി ഹെൽപ്ഫുൾ ആയി തോന്നി അക്ഷര മിസ്സിന്. വേറൊന്നുമില്ല, ക്ലാസ് ഒക്കെ കാണാറുണ്ട്. താങ്ക് യു റോഷൻ. സോ നിങ്ങളിപ്പോ നിങ്ങളുടെ ഉള്ളിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളതൊക്കെ കേട്ടു. താങ്ക് യു സോ മച്ച്. സോ നമ്മൾ സെലിബ്രേറ്റിംഗ് യുവർ എഫേർട്സ്. നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ ആക്ഷൻ ടാസ്ക് അയക്കും. അപ്പൊ കുറെ ആൾക്കാർ തംസപ്പ് ഇടും, സബ്മിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ മെസ്സേജ് ഒക്കെ അയക്കും. സോ അതിനൊക്കെ ഒരു എന്താ പറയാ, ഒരു കൈൻഡ് ഓഫ് ഓക്കെ ഞാൻ ചെയ്തത്, ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത സമയത്തിന് ഒരു വാല്യൂ ഉണ്ടല്ലോ എന്ന് മനസ്സിലാക്കുന്ന രീതിയിലാണ് നമ്മൾ നെക്സ്റ്റ് പോസ്റ്റേഴ്സ് വരുന്നുള്ളത്. സോ യു ഡിഡ്ന്റ് ഹാവ് ടു ബൈ, യു ഡിഡ് ആൻഡ് വി ഹോണർ ദാറ്റ്. നമ്മളത് അപ്രിഷിയേറ്റ് ചെയ്യുന്നു. നിങ്ങളുടെ സമയത്തിന്, നിങ്ങളുടെ എഫേർട്ടിനെയൊക്കെ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യുന്നു. സോ നമ്മൾ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുവാണ്. സോഷ്യോളജിയിലെ ആക്ഷൻ ടാസ്കിലാണെങ്കിലും ത്രൂ ഔട്ട് സെഷൻസിലൊക്കെ ആണെങ്കിലും ടോപ്പ് പെർഫോമേഴ്സ് ആയിട്ട് നമ്മൾ 3 ആൾക്കാരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ആതിരയാണ്. ആതിരക്ക് സ്കോർ 73 ആയിരുന്നു. കൺഗ്രാറ്റുലേഷൻ ആതിര. എല്ലാരും ഒരു അപ്രിസിയേഷൻ കൊടുക്കും ആതിരയ്ക്ക്. ആതിര എല്ലാ ടാസ്കും വളരെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ ആക്ഷൻ ടാസ്കും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആതിരയ്ക്കാണ് നമ്മൾ ഫസ്റ്റ് പെർഫോമർ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ആൻഡ് സെക്കൻഡ് അദിത ആണ്. ആദ്യത്തിന് 64.8 പോയിന്റ്സ് ആയിരുന്നു. ആൻഡ് തേർഡ് ഫഹദ് ആയിരുന്നു. ഫഹദിന് 52.6 പോയിന്റ്സ്. ഓക്കെ, സോ കൺഗ്രാറ്റുലേഷൻ ഓൾ ഓഫ് യു ഗൈസ്. ഫൈനൽ ടോപ്പ് 3 BA സോഷ്യോളജി പെർഫോമേഴ്സ് ആണ്. 100-ലായിരുന്നു മാർക്ക്. കൺഗ്രാറ്റുലേഷൻ. ഓക്കെ, ആൻഡ് സോ ഫൈനൽ ഓൺലൈൻ അസസ്മെന്റ് ഉണ്ട്. നമ്മുടെ സെഷൻസിന് ശേഷം നമ്മൾ വീണ്ടും ഒരു അസസ്മെന്റ് പോലെ നിങ്ങൾക്ക് അയച്ചു തരും. നേരത്തെ ഫീഡ്ബാക്ക് ഫോം മാത്രമല്ല, അതേപോലെ അസസ്മെന്റും ഉണ്ട്. സോ നമ്മുടെ ഓൺലൈൻ അസസ്മെന്റ് ഓറിയന്റേഷൻ സെഷന്റെ ഒരുപാട് പണിയൊന്നുമില്ല, ജസ്റ്റ് മാർക്ക് ചെയ്ത് പോവാനേ ഉള്ളൂ. കാണുന്ന പോലെ ഒന്നും അല്ല.
അസസ്മെന്റ് എന്താണ് ഇത് എന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞുതരാം. അതായത് നമ്മൾ ഓറിയന്റേഷൻ സെഷനിലൊക്കെ ഇരുന്നു, കുറെ ഫൺ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു, രസകരമായ കാര്യങ്ങളും അതിന്റെ കൂടെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടായിരുന്നു നമ്മളുടെ ഓറിയന്റേഷൻ സെഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയണം നമുക്ക്. കാരണം നമുക്ക് പഠിച്ചിട്ടുണ്ടോ എന്നുള്ളതല്ല, ഓറിയന്റേഷൻ സെഷൻ കഴിഞ്ഞിട്ട് നമുക്കൊരു ധാരണ ഉണ്ടായിട്ടുണ്ടോ ഇത് എന്താണ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓൺലൈൻ അസസ്മെന്റ് ഫോം ഉള്ളത്. ഇത് ഒരു 15 to 20 മിനിറ്റ്സ് മാക്സിമം അത്രേ ഉള്ളൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അത്ര ഭയങ്കര പ്രഷർ എന്നില്ല, നിങ്ങളുടെ ഓണസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് മാത്രം മതി. അല്ലാണ്ട് നമ്മൾ എക്സാം എഴുതുന്ന പോലെ ഒന്നും വിചാരിക്കണ്ട. ഓക്കെ, ഇതിൽ നമ്മൾ സാധാരണ ഫുൾ നെയിം കൊടുക്കുക, ദെൻ നമ്മുടെ പ്രോഗ്രാം കൊടുക്കുക, നമ്മുടെ മെന്ററിന്റെ പേര് കൊടുക്കുക, അല്ലെങ്കിൽ LSEയുടെ നെയിം കൊടുക്കുക, എന്നിട്ട് ഇഗ്നോ ഈസ് എന്നുള്ളതിന്റെ കറക്റ്റ് ആൻസർ എന്താണെന്നുള്ളത് കൊടുക്കുക. എവിടെ നോക്കുക, ഒന്നും ചെയ്യേണ്ട, ഓണസ്റ്റ് ആയിട്ട് അറിയുമെങ്കിൽ മാത്രം ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല. ഓക്കെ, എന്താണ് ഇഗ്നോ? ഓക്കെ, ദെൻ കറണ്ട് NAAC നാക് സ്റ്റാറ്റസ് എന്താണ്? പിന്നെ OPന്റെ ഇതില് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ആൻഡ് ടിപ്പിക്കൽ വെയിറ്റേജ് മോഡൽ യൂസ് അക്രോസ് മെനി ഇഗ്നോ പ്രോഗ്രാംസിലുള്ള വെയിറ്റേജ് എങ്ങനെയാണ് മാർക്കിൻ്റെത്, പാസ്സാവുന്നതിന്റെ ഒരു മാർക്കിന്റെ ക്രൈറ്റീരിയ, ഇതൊക്കെ നമ്മൾ ഓറിയന്റേഷൻ സെഷനിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ അല്ലത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ഈ അഡ്മിഷൻ റീ രജിസ്ട്രേഷൻ ഫോം നെക്സ്റ്റ് ഉള്ളത് ഫില്ല് ചെയ്യുന്നതിന് മുന്നായിട്ട് നമുക്ക് എന്തൊക്കെ ഉണ്ടായിരിക്കണം, നമ്മൾ ഒരു എക്സാം എഴുതാൻ പോവുകയാണ് അല്ലെങ്കിൽ റീ രജിസ്ട്രേഷൻ ചെയ്യാൻ പോകുന്നതിന് മുന്നേ എന്തൊക്കെ നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളത് ടിക്ക് ചെയ്യുക. പിന്നെ റീ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഒഫീഷ്യൽ പോർട്ടൽ ഏതാണ്? ഇഗ്നോ സമർത്ഥാണോ, ഓൺലൈൻ ഇഗ്നോ ആണോ, exam.ignore ആണോ, ഏതാണെന്നുള്ളത് കൊടുക്കുക. പിന്നെ ഗ്രേഡ് കാർഡ് അല്ലേ, നമ്മൾ ഗ്രേഡ് കാർഡിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും, ഏതൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് കൊടുക്കുക. ഇപ്പൊ ഇതിലുള്ള എല്ലാം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കാം. ഓക്കെ, ദെൻ ഇഗ്നോ ടേം ആൻഡ് എക്സാമിനേഷൻസ് ഒരു ഇയറിൽ എത്ര പ്രാവശ്യമാണ് നടത്തുന്നത്? പിന്നെ വരുന്ന ക്വസ്റ്റ്യൻ എന്താ, ഏത് ഗ്രേഡിംഗ് സിസ്റ്റം ആണ് ഇവാലുവേറ്റിംഗ് ലേണേഴ്സിന്റെ എക്സാമിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്? 5 പോയിന്റ് ആണോ 7 പോയിന്റ് ആണോ എന്നുള്ളത്. ദെൻ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ഇഗ്നോ എന്താണ്? ഓക്കെ, പിന്നെ ഇഗ്നോന്റെ ക്രെഡിറ്റ് റിക്വയർമെന്റ്സ് എങ്ങനെയാണ് അത് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്, ഓരോ ക്രെഡിറ്റും എത്ര അവേഴ്സ് സ്റ്റഡിയാണ് എന്നുള്ളത്. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, പിന്നെ എക്സാമിനേഷൻ സെന്ററിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഹാൾ ടിക്കറ്റിന്റെ കൂടെ ഏത് ഡോക്യുമെന്റ് ആണ് കൊണ്ടുപോകേണ്ടത്? പിന്നെയുള്ള ക്വസ്റ്റ്യൻ, പ്രസിഡന്റിന്റെ ഗോൾഡ് മെഡൽ, ഇഗ്നോയിൽ നിന്നും പ്രസിഡന്റിന്റെ ഗോൾഡ് മെഡൽ കിട്ടുന്ന ഒരാൾക്കാരുണ്ട്, അവരുടെ എലിജിബിലിറ്റി എന്താണ് അവർക്കുള്ള എലിജിബിലിറ്റി? ഓക്കെ, പിന്നെ ഇവാലുവേഷൻ ക്രൈറ്റീരിയ എന്തൊക്കെയാണ്, ഇഗ്നോ അസൈൻമെന്റ്സിന്റെ ഇവാലുവേഷൻ ക്രൈറ്റീരിയാസ് ഏതൊക്കെയാണ്? പിന്നെ ഒരു സ്റ്റുഡന്റിന് ഒരു പ്രോഗ്രാം, ഇപ്പം ഇഗ്നോയിൽ നിന്ന് 2 പ്രോഗ്രാം അല്ലെങ്കിൽ ഒന്നിലധികം പ്രോഗ്രാം സൈമൾട്ടേനിയസ്ലി ഒരുമിച്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഓക്കെ, ഹാൾ ടിക്കറ്റ് ജനറലി റിലീസ് ചെയ്യുന്നത് എപ്പോഴാണ്? അടുത്ത ക്വസ്റ്റ്യൻ. പിന്നെ ഉള്ളത് എക്സാം സെന്റർ ചൂസ് ചെയ്യുന്നേരം എന്താണ് ചെയ്യേണ്ടത്? കണ്ടോ? ദെൻ ഇപ്പം ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ലേൺ വൈസ് ആപ്പിൽ വീഡിയോ കാണുന്ന സമയത്ത് ബഫർ അല്ലെങ്കിൽ എന്തെങ്കിലും ഹാങ് ആവുകയാണെങ്കിൽ എന്താണ് ആദ്യം ചെയ്യേണ്ടത് എന്നുള്ളത്. ദെൻ വിച്ച് ഇസ് ദ സ്മാർട്ടർ ഗോൾ, ഏതാണ് നിങ്ങളുടെ സ്മാർട്ടർ ഗോൾ? സ്റ്റഡി മോർ ദിസ് മന്ത് ആണോ, അല്ലെങ്കിൽ ഇത്ര യൂണിറ്റ് കംപ്ലീറ്റ് 6 യൂണിറ്റ്സ് ഫ്രം ബൈ സൺഡേ നൈറ്റ് ആകുമ്പോഴത്തേക്കും 6 യൂണിറ്റ് തീർക്കുക, അല്ലെങ്കിൽ 10 മാർക്ക് 10 ബ്ലോക്ക് ഫോക്കസ് ചെയ്യുക, അങ്ങനെയാണോ നിങ്ങളുടെ ഗോള് വരുന്നത്? എന്താണ് നിങ്ങളുടെ ലീഡ് വരുന്നത്? ലീഡ് വേഴ്സസ് ലാഗ് ആണ്. 70% എങ്കിലും ടേം ആൻഡ് എക്സാമിനേഷന് വാങ്ങിക്കുക, അല്ലെങ്കിൽ ഒരു 10 PYQs എങ്കിലും കറക്ഷൻ ചെയ്യുക. ഇതാണോ നിങ്ങളുടെ ഒരു ലീഡ്? എന്താണ്? പിന്നെ നിങ്ങളുടെ ഒരു ടൈനി ഐഡന്റിറ്റി ബേസ്ഡ് ഹാബിറ്റ്, ഒരു ബിസി വീക്കാണ്, നമുക്ക് പഠിക്കാനൊന്നും തീരെ നേരം കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആൻഡ് ദ കൈൻഡ് ഓഫ് ലേണർ ഹു സ്റ്റഡി 6 hours ഡെയിലി, എല്ലാ ദിവസവും 6 മണിക്കൂർ എന്തായാലും പഠിച്ചിരിക്കും, എല്ലാ ദിവസവും 6 മണിക്കൂർ ഞാൻ പഠിക്കുന്ന ആളാണ്. അല്ലാന്നുണ്ടെങ്കിൽ എന്തായാലും ഇപ്പൊ ലോ എനർജിയാണ്, പഠിക്കാൻ തീരെ മൂടില്ലെങ്കിൽ ഒരു 10 മിനിറ്റ് എങ്കിലും ഇരിക്കും, അങ്ങനെയുള്ള ആളാണ്. ഏത് രീതിക്കുള്ള ആളാണ് നിങ്ങൾ? ഇതാണ് നമ്മളുടെ ഒരു
ഫൈനൽ ഓൺലൈൻ അസസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഏറ്റവും നിങ്ങൾക്ക് ബെനിഫിറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് ഇതൊക്കെ അറിയാമോ എന്നുള്ളതിന് വേണ്ടിയിട്ട് മാത്രം ഉള്ളതാണ്. അപ്പൊ ഒരു ജഡ്ജ്മെന്റ് പർപ്പസിന് വേണ്ടിയിട്ടുള്ളതൊന്നും അല്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം കിട്ടുമ്പോൾ എന്ത് തന്നെ ആയാലും ഒരു 15 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് തീർക്കാവുന്നതേ ഉള്ളൂ അല്ലെ? അത്ര അല്ലേ ക്വസ്റ്റ്യൻ ഉള്ളൂ. അത് എന്തായാലും ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച് ഹന മാം. സോ നമുക്ക് ആകെ ഒന്നേ പറയാനുള്ളൂ, യു പീപ്പിൾ ആർ നോട്ട് ഓർഡിനറി, യു ആർ എ ലേൺ വൈസ് ലേണർ. നമ്മളെ ഒരു ഫാമിലിയാണ്, നിങ്ങളൊരു ലേണർ ആയിട്ട് തന്നെയാണ് നമ്മളും കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളത്. സോ താങ്ക് യു സോ മച്ച് ഗൈസ്, നിങ്ങൾ ഇത്രയും സെഷൻസിൽ അറ്റൻറ്റീവ് ആയിട്ട് നിന്നതിന് ആൻഡ് നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ടൈം നിങ്ങൾ നമ്മളെ കൂടെ തന്നെ സ്പെൻഡ് ചെയ്തതിന്, അത് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തന്നതിന് ഒരു നല്ലൊരു ബെറ്റർ ഔട്ട്കം തന്നെ ഉണ്ടാവട്ടെ. എല്ലാവർക്കും വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് go forward with strength, study with focus, live with dignity, and when you rise not just for yourself but for others too. Thank you so much guys.